ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മോഹം എന്ന കവിതയെ പഠിച്ചത് അല്ലേ? ആരുടെയായിരുന്നു? ONV കുറുപ്പ് സാറിൻ്റെ മോഹം എന്ന കവിതയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കവി ബാല്യകാലത്തിലേക്കൊന്ന് തിരിച്ചു പോയി ആ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ആസ്വദിക്കാൻ കവിക്കൊരു മോഹം തോന്നുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചത്. വെറുതെ ഒരു പുഴയുടെ തീരത്ത് പോയിരുന്ന് ആ കുയിലിൻ്റെ പാട്ട് കേട്ട് ആ കുയിലിൻ്റെ പാട്ടിനോട് എതിർപ്പാട്ട് പാടുവാൻ ഒരു മോഹം അല്ലേ? പക്ഷെ ഒടുവിൽ എതിർപ്പാട്ട് കേട്ട് പിണങ്ങിപ്പോകുന്ന ആ കുയിലിനോട് അരുതേ എന്ന് ഓതുവാൻ, അതായത് ചൊല്ലുവാൻ, പറയുവാൻ ഒരു മോഹം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ ലാസ്റ്റ് 8 വരിയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഈ ലാസ്റ്റ് 8 വരികളും ഇതുപോലെ കവിയുടെ ഒരു മോഹം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, നിവർന്നിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ് മാം ചെല്ലുന്നത് എന്ന് വിചാരിച്ചാൽ അതേ ഈണത്തിൽ മാക്സിമം എല്ലാവരും ചെല്ലാൻ ശ്രമിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഒരു മയിൽ പീലി ഞാൻ ഇന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം, ഒരു പുസ്തകത്തിനകത്തിരുന്നതു പെറ്റു പെരുകുമെന്നോർക്കുവാൻ മോഹം, നിറുകയിലതു ചൂടി നിൽക്കുമൊരുണ്ണിതൻ പ്രിയതോഴനാകുവാൻ മോഹം, വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഇതാണ് എന്താണ് നോക്കൂ. ഒരു മയിൽ പീലി ഞാൻ ഇന്ന് കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം. അപ്പൊ കവി പറയാണ്, കുറേ വലുതായിട്ട് കൂടി കവിക്ക് ഇപ്പോഴും ഒരു മയിൽപ്പീലി കാണുമ്പോൾ കവിക്ക് എന്താ ഒരു ചെറിയ ആയിരുന്നെങ്കിൽ ഞാൻ എന്നൊരു മോഹം. എന്നിട്ട് എന്തിനാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്നിരുന്നൊരു കാര്യം തന്നെയാണ്. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ മയിൽപ്പീലി വെക്കും, എന്നിട്ട് അതിങ്ങനെ ആരും കാണാതെ അടച്ചു വെക്കും കുറേ കാലം. അത് ആകാശം കാണിക്കാൻ പാടില്ല, ആകാശം കാണിച്ചാൽ മയിൽപ്പീലി പ്രസവിക്കില്ല എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടിക്കാലത്ത്. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ അത് വെച്ചിരുന്ന് പെറ്റുപെരുകും. കുറേ കാലം അതിങ്ങനെ അടച്ചു വെക്കും, ആകാശം കാണാൻ പാടില്ല, വേറൊരാളെയും കാണാൻ പാടില്ല. അങ്ങനെ സൂക്ഷിച്ച് അടച്ചിങ്ങനെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഈ മയിൽപ്പീലി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ എന്താ, അതിൻ്റെ ഉള്ളിൽ കുറേ കുട്ടി മയിൽപ്പീലികൾ ഇങ്ങനെ കാണാം. പൊട്ടിയിട്ടുള്ളതാണ് പീലി. കുറേ കാലം അടച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പീലിയുടെ തൂവലിൻ്റെ എന്താ പറയുക, ഓരോ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മയിൽപ്പീലിയുടെ പൊട്ടിക്കെടുക്കുന്നുണ്ടായിരിക്കും പുസ്തകത്തിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ എന്താ വിചാരിക്കുകയെന്നറിയോ, അതാ മയിൽപ്പീലി പ്രസവിച്ചു, അതാ മയിൽപ്പീലിക്ക് കുട്ടിയുണ്ടായി എന്ന് പറയും. അപ്പോൾ അത് കവി പറയുന്നത് അതേപോലെ തന്നെ ഒരു പുസ്തകത്തിൻ്റെ അകത്ത് അത് ഇരുന്നിട്ട് പെരുകുമെന്നോർക്കുവാൻ മോഹം. അതിങ്ങനെ കുട്ടിയാകുമ്പോൾ നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം തന്നെ. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എന്താ പറയുക, വീണ്ടും ആ ബാല്യകാലത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കവി ആഗ്രഹിക്കുകയാണ്. അപ്പം എന്താണ്, ഒരു പുസ്തകത്തിനകത്തിരുന്നതു പെറ്റു പെരുകുമെന്നോർക്കുവാൻ മോഹം, ഒരു മയിൽപ്പീലി ഞാൻ ഇന്ന് കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം, ഒരു പുസ്തകത്തിനകത്തിരുന്നതു പെറ്റു പെരുകുമെന്നോർക്കുവാൻ മോഹം. അടുത്ത വരി നോക്കൂ. നിറുകയിൽ അത് ചൂടി നിൽക്കുമോരുണ്ണിതൻ പ്രിയതോഴനാകുവാൻ മോഹം. ആരാണ് നെറുക എന്ന് പറഞ്ഞ ഇവിടെയാണ് അല്ലേ? ഈ നെറുകയിൽ പീലി ചൂടി നിൽക്കുന്ന ഉണ്ണി ആരാണ്? പറയൂ, ആരാ നെറുകയിൽ പീലി ചൂടി നിൽക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണൻ അല്ലേ? ശ്രീകൃഷ്ണന്റെ പ്രിയതോഴനാകുവാൻ മോഹം, ആ ഉണ്ണിക്കണ്ണന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുവാൻ ഒരു മോഹം. ഇതൊക്കെ എന്താണ് കവി അവസാനത്തെ വരികൾ നോക്കൂ. ഇതൊക്കെ വെറും മോഹങ്ങൾ മാത്രമാണ്. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഇതൊക്കെ വെറുതെയാണ്. ഈ മോഹങ്ങളൊന്നും നമുക്ക് സാധിക്കില്ല അല്ലേ? എന്നാൽ പോലും വെറുതെ വീണ്ടും എനിക്ക് ഇതെല്ലാം മോഹിക്കുവാൻ ഒരു മോഹം. ഇതാണ് നമ്മുടെ അവസാനത്തെ 8 വരിയുടെ അർത്ഥം. ഒന്നുകൂടി നോക്കൂ. ഒരു മയിൽ പീലി ഞാൻ ഇന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം, ഒരു പുസ്തകത്തിനകത്തിരുന്നതു പെറ്റു പെരുകുമെന്നോർക്കുവാൻ മോഹം, നിറുകയിലത് ചൂടി നിൽക്കുമോരുണ്ണിതൻ
പ്രിയ തോഴനാകുവാൻ മോഹം. പ്രിയ തോഴൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ട കൂട്ടുകാരനാകുവാൻ. തോഴൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. പ്രിയപ്പെട്ട കൂട്ടുകാരനാകുവാൻ ഒരു മോഹം. ഇതൊക്കെ വെറുതെ മോഹങ്ങളാണ്. ഇന്നറിയുമ്പോഴും, ഇന്നൊക്കെ എനിക്കറിയാം ഇതൊക്കെ വെറുതെയാണ് എൻ്റെ മോഹങ്ങൾ. എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. എത്ര മനോഹരമായ വരികളല്ലേ. അപ്പോൾ നമ്മുടെ കവിത കഴിഞ്ഞു. മോഹം എന്നുള്ള കവിത നോക്കൂ, നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ 6 ലൈൻസ് നമ്മൾ എഴുതി പഠിക്കുക. അക്ഷരത്തെറ്റൊന്നും ഇല്ലാണ്ട് ഒരു 5 പ്രാവശ്യം റഫ് ബുക്കിൽ നന്നായിട്ട് എഴുതി പഠിക്കുക. പിന്നെ നോട്ട്സ് ഞാൻ തരുന്നത് അക്ഷരത്തെറ്റില്ലാണ്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ടെസ്റ്റ് പേപ്പറും എഴുതുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.